എവ്രി വൺ. SSLC 2025 നമുക്ക് 15 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ 10 എണ്ണം പ്രോസ് ആണ്, 5 എണ്ണം പോയംസ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചാപ്റ്റേഴ്സിനെ, പ്രോസിനെ ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, എന്നിട്ട് കുറേ കൺഫ്യൂഷൻസ് അവിടെ വയ്ക്കും, എന്നിട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല നമ്മളൊരു ചാപ്റ്റർ വായിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കണമെങ്കിൽ, ആ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിനെ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലേ? അതായത് അതിച്ചി സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ്, അതിച്ചി സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദെ, അതിച്ചീസ് അമേരിക്കൻ റൂംമേറ്റ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക, അമേരിക്കൻ പ്രൊഫസർ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക, ദെൻ സ്റ്റീരിയോ ടൈപ്സ്. സോ ഈ ചാപ്റ്ററിനെ ഈ 5 സെക്ഷൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെ ഓർമ്മിച്ചാൽ മാത്രം പോരാ, ഓരോ ചാപ്റ്ററിലെയും, ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവോമെൻറ്റ്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അല്ലെങ്കിൽ വാൻക, ഈ ചാപ്റ്ററിലൊക്കെ ഒരു നറേഷനോ റൈറ്റപ്പോ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കുറച്ച് സെൻറ്റൻസുകളിലൂടെ, A+ പോയിന്റ്സുകളിലൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഈ രീതിയിൽ പഠിച്ചാലേ നമുക്ക് നാളത്തെ എക്സാമിൽ അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ 5-ാം തീയതി എക്സാമിന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, A+ മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇങ്ങനെ ഓരോ ചാപ്റ്ററിനെയും സെക്ഷൻസ് ആയിട്ട്, പോയിന്റ്സ് ആയിട്ട്, A+ പോയിന്റ്സ് ഉൾപ്പെടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7:15 നമ്മളൊരു ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ട് നിങ്ങൾ ആ ലൈവ് മിസ് ചെയ്യരുത്. ഐ വിൽ സീ യു ദെയർ. താങ്ക് യു.